ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപം മാത്രമല്ല, ഇതുപോലെ പല ആക്ഷേപങ്ങളും വരും. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലും ഇതുപോലെ ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും കണ്ണൂരിലും മറ്റും യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ വഴി തടഞ്ഞിട്ടുണ്ട്. വഴി തടയുകയും അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊന്നും ഇതേപോലെ പറഞ്ഞുകൊണ്ട് നടന്നില്ല. വേറെ ഒന്നും നോക്കണ്ട. ഉമ്മൻചാണ്ടി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്നത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിപ്പോൾ മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അവിടെ എന്താണ് പ്രകോപനം ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്കാർക്കും ബോധ്യമില്ല. അത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അതിനെതിരെ പ്രതികരിക്കാൻ ഞാനുള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ ഇതേപോലെ സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം പ്രത്യേകം വിനിയോഗിക്കുകയാണ്. അതായത് കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞുകൊണ്ട്, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം. ആദ്യം വീട്ടിൽ റീത്ത് വയ്ക്കുന്നു, പിന്നീട് ഇപ്പോൾ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം എന്നൊക്കെയാണ് CPM ഇതിനെ വിമർശിക്കുന്നത്. അല്ല, വീട്ടിൽ റീത്ത് വെച്ച് തുടങ്ങിയത് ഞങ്ങളല്ലല്ലോ. ആദ്യം റീത്ത് വെച്ചത് പുസ്തകം പുസ്തകം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഏറ്റുവാങ്ങിയ ഞാൻ മനസ്സിലാക്കിയത് OV വിജയൻ്റെ മകനാണ് അത് ഏറ്റുവാങ്ങിയത് എന്നാണ്. പ്രശസ്ത സാഹിത്യകാരനായ OV വിജയൻ്റെ മകനാണ് അത് ഏറ്റുവാങ്ങിയതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിക്കൽ റീത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുള്ളവർ ഞങ്ങളല്ല. അത് തുടങ്ങിയത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ CPM അത് എന്ത് ചെയ്യാം, മറ്റുള്ള ആളുകൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളത്. ആദ്യമായിട്ട് ഒരു വനിതാ മന്ത്രിക്കെതിരെ ഇത്ര ആക്രമണം ഉണ്ടാകുമെന്നാണ് CPM പറയുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ ഉൾപ്പെടെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇത് പാർട്ടി ഗൗരവകരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരാളെ സമരമൊക്കെ ചെയ്യുന്നു, പക്ഷേ ആക്രമിക്കുന്നത് ശരിയാണോ? അങ്ങനെ എന്തായാലും കൺവീനർക്ക് പറയാനുള്ളത്? അല്ല, ഞങ്ങളങ്ങനെ ഒരു അക്രമ സ്വഭാവം ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഇത് പണ്ടും ഇപ്പോൾ നമ്മുടെ നികേഷ് എന്നെ അറിയാമല്ലോ, നിങ്ങൾക്കറിയാവോ? ആ നികേഷിൻ്റെ പിതാവായിരുന്നു MV രാഘവൻ. അദ്ദേഹത്തിനെ കൊല ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം പങ്കെടുത്ത പല യോഗങ്ങളും ഞാനിപ്പോഴും ഓർക്കുന്നു. പത്തനംതിട്ട അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് പത്തനംതിട്ടയിൽ ഒരു സമ്മേളനത്തിന് വന്നിട്ട് ആ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ കല്ലേറ് നടത്തി ആ സ്റ്റേജിൽ നിന്നും മീറ്റിംഗ് നടത്താൻ കഴിയാത്ത തരത്തിൽ പോയ കാര്യങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. ആ സ്റ്റേജിൽ ഞാനും ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഓർമ്മ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയണം എന്ന് കരുതുന്നത്. ഇതിപ്പോൾ ഒരു പുതിയ സംഭവമായി മന്ത്രിക്കെതിരെ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്ന് നിങ്ങളെല്ലാവരും പറയുമ്പോൾ, മന്ത്രി എന്ന് പറയുമ്പോൾ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവർ ധിക്കാരപരമായി ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾ കൂടി ബോധ്യപ്പെട്ട് നിൽക്കുകയാണ്. അതിന് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റൂ. CPM ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കാൻ പോകുന്നു. ഒരു മന്ത്രിയെ തന്നെ ഇങ്ങനെ ആക്രമിക്കുന്ന സാഹചര്യം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുപോലെ CPM ഇതുപോലെ പല കാര്യങ്ങളെക്കുറിച്ചും പറയും എന്നുള്ളത് കൊണ്ടാണ് അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഈ മന്ത്രി ICUലൊക്കെ ആക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അല്ല, ഇതിപ്പോൾ ICUലോ അല്ലെങ്കിൽ പക്ഷേ ഏതായാലും സർക്കാർ ആശുപത്രി അവരെ കിടത്തരുത്. അവരെ കിടത്തേണ്ടതുമല്ല. പ്രൈവറ്റ് ആശുപത്രി നല്ല ആശുപത്രി എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം സർക്കാർ ആശുപത്രിയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് സർക്കാർ ആശുപത്രി ആരോഗ്യരംഗം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ആശുപത്രിയിൽ അവരെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ വീഴ്ച ഏതെങ്കിലും തരത്തിൽ KSU നേതാക്കൾക്ക് പറ്റുമെന്ന് പാർട്ടി പരിശോധിക്കുമോ? കാരണം ആക്രമണം നടന്നൊക്കെയാണ് പറയുന്നത്. ആക്രമണം നടന്നതിനെക്കുറിച്ച് നടന്നതിനെക്കുറിച്ച് ഞങ്ങൾ അറിയാതെ ഒരു കാര്യത്തിലും മറുപടി പറയാൻ പറ്റില്ല. ഇത് ആസൂത്രിതമായി ചെയ്തൊരു കാര്യമാണ് എന്ന് പറയാൻ പറ്റില്ല. മന്ത്രിമാരെ വഴിയിൽ തടയുന്നു അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ ശബ്ദം ഉയർത്തു എന്നും പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് മന്ത്രിമാരെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിക്കാരെന്നുള്ള നിലയിൽ പല കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു പരിശോധന പാർട്ടിയുടെ ഭാഗത്തുണ്ടാവും. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അതേക്കുറിച്ച് ആലോചിക്കട്ടെ, ഞങ്ങൾ കൂട്ടായി ആലോചിക്കും. കൂട്ടായി നേതൃത്വമുണ്ട്.
ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് എന്താണെന്ന്. ഈ കോൺഗ്രസിന്റെ ജാഥ ഉൾപ്പെടെ നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ നിറം മങ്ങും അങ്ങനെ തോന്നുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു നിറം മങ്ങലും വരാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ ജാഥ ഇന്ന് കേരളത്തിൽ ഇന്ന് ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. UDF നടത്തുന്ന ജാഥയ്ക്ക് ജനബാഹുല്യം കൊണ്ട് അതിന് മറുപടി ഇന്ന് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ഹാലിളകിയിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പല കാര്യങ്ങളും CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും രാഷ്ട്രീയ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്. അല്ല, മന്ത്രിമാരങ്ങനെ പലതും പറയും. ഉമ്മൻചാണ്ടിക്കെതിരെ കല്ലെറിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ നെറ്റി മുറിഞ്ഞ് പിന്നെ ചോര ഒലിച്ചു പോകുന്ന സമയത്തൊന്നും ഈ ധാർമ്മികതയൊന്നും കണ്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി കേരളത്തിന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ ധാർമ്മികത ആർക്കും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് പുതിയ ധാർമ്മികത കണ്ടെത്തി ഈ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ധാർമ്മികത കൂടുന്നത്. അത് CPM-ന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഈ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ആയുധം ഉയർത്തുന്നത്. പ്രതിപക്ഷ നേതാവ് മനഃപൂർവ്വം ഇത്തരത്തിലുള്ള തോന്നിയാസത്തിന് വേണ്ടി ആളെ പറഞ്ഞു വിട്ടതാണെന്നുള്ളതാണ് വിമർശനം. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനോ ചെയ്യിക്കാനോ ഉള്ള ജോലിയല്ല അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ഇന്ന് കേരളത്തിലുടനീളം ജനങ്ങളുടെ മനസ്സ് കണ്ടറിഞ്ഞുകൊണ്ട് ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണത്തിൻ്റെ ഭീകരതകൾ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പേരിലാണ് ജനങ്ങൾ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത ചിന്തകൾക്ക് അതീതമായി ഒരു വലിയ മുന്നേറ്റം കേരളത്തിലുടനീളം ഉണ്ടാകുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെയുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാർ ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത്. മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഇതിൽ ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? മന്ത്രി ശാരീരികമായി ആക്രമിക്കുകയും മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ ഇപ്പോൾ പറ്റുന്നില്ല. ഏതായാലും ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ.